കൂരിരുൾ താഴ്വര അതിലും എന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലും എന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് മറ്റൊരു ഗാനം കൂടെ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നമ്മുടെ ഏത് ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിലും നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ ദൈവത്തെ മാത്രം നാം മുറുകെ പിടിക്കുക. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാകിയാൽ നമുക്കും ഇപ്രകാരം ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ, നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള ഒരു ഗാനം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ജീവിത യാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുവാ, തിരുകൃപ മതി എനിക്ക്. ജീവിത യാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുവാ, തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്,
മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. Glory to God. Thank you, Pastor John Thomas, and also Sister Bincy John for leading us in worship. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിലും കർത്താവ് ധാരാളമായിട്ട് പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ഇപ്പോൾ ബ്രദർ വിനോദ് എഡിറ്റർ ഈ ദൈവസന്നിധിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചുരുക്കം വാചകങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, വീണ്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാവേളയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡീസിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ അവിടെങ്ങളായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഒരു അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ വചനമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ദൈവത്തോളം ശക്തമേറിയതാണല്ലോ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ ഹല്ലേലൂയ ദൈവവചനത്തിൽ കൂടി ദൈവദാസനിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഹല്ലേലൂയ ഈ ബൈബിൾ സ്റ്റഡി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമുള്ള ആക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഹല്ലേലൂയ ജനത്തെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Thank you, dear brother, for praying for all of us and for the ministry tonight. ദൈവം ധാരാളമായിട്ട് കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൽ വന്ദനം ചൊല്ലുകയാണ്. അഭിഷിക്തരായിരിക്കുന്ന കർത്തദാസന്മാർ ഉണ്ടല്ലോ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ക്രിസ്തുവിൽ ഓർത്ത് വന്ദനം ചൊല്ലുകയാണ്. I have my friends, few friends who joined from different parts of the world, even from the Gulf countries, also from India and also from Bangladesh and different parts of Australia. People have joined. So thank you so much for your precious time that you are utilizing for listening from the Word of God and studying the Word of God together. Tonight, let the Holy Spirit lead us, Holy Spirit guide us, and fill us tonight with the Word and its power. ഇത് രാത്രിയിൽ ഞാൻ ഇംഗ്ലീഷിലൂടെ അല്പം പറയുന്നതിൻ്റെ കാരണം ഈ ദേശത്ത് നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ചില ഇംഗ്ലീഷുകാർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് ചില ദേവദാസന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ ഓർപ്പിക്കുന്നു. So last week we stopped our Bible study at verse number 24 and 25, 23, 24, 25, where we said that we put off the old man and put on the new man. And in between there is a verse. We also said that we have to be renewing our mind according to God's plan. ആമേൻ. ദൈവാനുരൂപമായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ എന്നുള്ള പദം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിക്കുവാനിടയായി.
പക്ഷെ അതിൻ്റെ ഇടത്തും വലത്തുമുള്ള രണ്ട് പദങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പുതിയ മനുഷ്യനെ സ്വീകരിക്കുക അല്ലെങ്കിൽ അണിയുക എന്നുള്ള വാക്കുകൾ നാം അവിടെ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ the old man was created according to the image of God outwardly. We said that last week. പഴയ മനുഷ്യൻ അല്ലെങ്കിൽ ആദം ഹവ്വ എന്ന് പറയുന്ന ആ മനുഷ്യരെ അവരുടെ പുറമേയുള്ള ചട്ടക്കൂട് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിക്കുവാനിടയായി. സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യരെ നോക്കിയാൽ ദൈവത്തിന്റെ സ്വരൂപം കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സാദൃശ്യം ഫിസിക്കലി അവരുടെ രൂപത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. But in the New Testament, the new man is created according to God himself inwardly. ദൈവാനുരൂപമായി പുതുക്കം പ്രാപിച്ച പുതുമനുഷ്യൻ എന്ന് പൗലോസ് പറയുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള മനുഷ്യനാണ് പുതുക്കം പ്രാപിക്കുന്നത്. അപ്പോൾ അകത്ത് ആണ് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു സൃഷ്ടിയാണ് പുതിയ നിയമത്തിൽ ഇവിടെ നടക്കുന്നത്. അകത്ത് സൃഷ്ടി നടക്കുന്ന ഒരു പുതിയ സൃഷ്ടി. Praise the Lord. So this is an inward transformation that is happening when someone or person becomes a new creation in the New Testament. However, in the Old Testament, it is the outward transformation in the image of God. And Paul also says here that we have to have two characteristics which are righteousness and holiness. രണ്ട് പ്രത്യേകമായിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ നമുക്കുണ്ടാകണമെന്ന് പൗലോസ് ഇവിടെ നിഷ്കർഷിക്കുന്നു. ഒന്ന്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനുണ്ടാകേണ്ട രണ്ട് ക്വാളിറ്റികൾ, അത് നീതിയും വിശുദ്ധിയുമാണ് എന്ന് നമുക്കിവിടെ കാണുന്നു. അതാണ് വേഴ്സ് നമ്പർ 24 കാണുന്നത്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ മനുഷ്യനുണ്ടാകേണ്ടതായ രണ്ട് ക്വാളിറ്റികളാണ് ഈ വാക്യശകലത്തിൽ കാണുന്നത്. ഒന്ന് നീതി, രണ്ട് വിശുദ്ധി. Praise God. There are two characteristics of the new creation that Paul is expecting and explaining that we must maintain in our new creation, the New Testament life, which are, one is righteousness, the second one is holiness. If you look at the righteousness, it is an external thing that we also can see in the Old Testament. പഴയ നിയമത്തിലുടനീളം പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദമാണ് നീതി എന്ന് പറയുന്നത്. അവരുടെ നീതി എല്ലാം പുറമേ കാണിക്കത്തക്ക നീതിയായിരുന്നു. പരീശന്മാരുടെയും യഹൂദ മതാനുസാരികളുടെയും ഒക്കെ നീതി എന്ന് പറയുന്നു. യേശുക്രിസ്തു അതിനെക്കുറിച്ച് ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയേക്കാൾ കവിയണം എന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. അത് പതാരം കൊടുക്കുന്ന കാര്യത്തിൽ ഒക്കെ, അത് പുറമേ കാണിക്കുന്ന കാര്യത്തിലാണ് നീതി എന്നുള്ള ആ കാര്യത്തെ യേശുക്രിസ്തു പരാമർശിക്കുന്നത്. എന്നാൽ പുതിയ നിയമ സൃഷ്ടികളായിരിക്കുന്ന നമുക്ക് വേണ്ടത് നീതി മാത്രമല്ല, നീതി വേണം. നീതിയിലും വിശുദ്ധിയിലും എന്നുള്ള പദം ഇവിടെ പൗലോസ് എടുത്തു പറയുന്നു. വിശുദ്ധി എന്ന് പറയുന്നത് ആന്തരികമാണ്. നീതി എന്ന് പറയുന്നത് പുറമേ ഉള്ളതായിരിക്കുമ്പോൾ വിശുദ്ധി ഉള്ളറകളിലുള്ള കാര്യമാണ്, ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എത്രമാത്രം വിശുദ്ധരാണെന്ന് എനിക്ക് പറയുവാൻ കഴിയത്തില്ല. ആരുടെയും വിശുദ്ധി ആർക്കും അളന്ന് നോക്കുവാൻ കഴിയത്തില്ല. എന്നാൽ പ്രവൃത്തികൾ കാണുമ്പോൾ അവരുടെ നീതിയെക്കുറിച്ച് അല്പം നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പോ
The holiness is an internal thing that we must maintain, being the new creation. Whereas in the Old Testament, people were very concerned and careful about being righteousness. Praise God. I mean, Abraham നീതീകരിക്കപ്പെട്ടു, നോഹ നീതിമാനായിരുന്നു തലമുറയിൽ, യോബ് നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. എക്സാമ്പിൾസ് ഒത്തിരി പറയാനായിട്ടുണ്ട് നീതിയായി നടന്നവരെ കുറിച്ച് പഴയ നിയമത്തിൽ. പക്ഷെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നീതിയിലും വിശുദ്ധിയിലുമാണ് ദൈവത്തിന്റെ അനുരൂപമായി നാം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പൗലോസ് ഇവിടെ വ്യക്തമായി പറയുന്നു. But in verse number 24 of chapter number 4 of Ephesians, Paul is instructing that the New Testament creation or new creation must maintain the holiness, which is an internal thing, and righteousness, which is an external thing. Praise God. So, outwardly, the man can be righteous, but inwardly, everything related to man must be holy. So here we see in verse number 25, Paul is saying here, we must put off falsehood and speak truthfully to our neighbors. 25ാമത്തെ വാക്യത്തിൽ പഴയ മനുഷ്യനെ എങ്ങനെ ഉരിഞ്ഞു കളയണം എന്നും പുതുമനുഷ്യനെ എങ്ങനെ ധരിക്കണമെന്നും ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് 25ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇതാണ്: ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ തന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. പ്രൈസ് ഗോഡ്. ഡിസീറ്റ് അല്ലെങ്കിൽ ഫോഷ്ക് എന്ന് പറയുന്നത് പഴയ മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. The nature of the old man is being deceived or corrupted by the deceit. ഫോഷ്കനാൽ കറപ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യനാണ് പഴയ മനുഷ്യൻ. But the truth related to the new man, സത്യം എന്ന് പറയുന്നത് പുതുമനുഷ്യന്റെ സ്വഭാവമാണ്. In other words, deceit belongs to devil, but truth belongs to God. പഴയ മനുഷ്യനെ ചതിച്ച പിശാചിന്റെ പ്രകൃതമാണ് ഫോഷ്ക് എന്ന് പറയുന്നത്. എന്നാൽ നാം ധരിക്കപ്പെട്ട പുതുമനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് സത്യം എന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും ആകും. So Paul is presenting here a sharp contrast between the old man and the new man. ഒരു വലിയ ഷാർപ്പായിരിക്കുന്ന വൈരുദ്ധ്യം ഇവിടെ പൗലോസ് പ്രസന്റ് ചെയ്യുകയാണ്. പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ, അല്ലെങ്കിൽ പിശാചും ദൈവവും തമ്മിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ, ഭോഷ്കും സത്യവും തമ്മിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ, നീതീകരണവും വിശുദ്ധീകരണവും തമ്മിലുള്ളതായ, അല്ലെങ്കിൽ നീതിയും വിശുദ്ധിയും തമ്മിലുള്ളതായ ആ ബന്ധങ്ങളോ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. സോ നാം പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് അല്ല ഉരിഞ്ഞു കളഞ്ഞ് പുതുമനുഷ്യനെ സ്വീകരിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിന്റെ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. സോ when we put off the old man and we put on the new man, we will maintain certain qualities in our practical Christian life. Verse number 30 very specifically says, do not grieve the Holy Spirit of God.
30-ാമത്തെ വാക്യം പറയുന്നു, വളരെ പ്രത്യേകതയുള്ള വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. Do not grieve the Holy Spirit of God, with whom you were sealed for the day of redemption. So in order not to grieve the Holy Spirit of God, Paul is giving certain instructions from verse number 25 to verse number 32, the end of this chapter. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കേണ്ടതിന് നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് 25-ാം വാക്യം മുതൽ 32-ാമത്തെ വാക്യം വരെ, ഈ അവസാന വാക്യം വരെയും പൗലോസ് ഇവിടെ വിശദീകരണം നൽകുകയാണ്. ഓ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത ഒരു ജീവിതം, a life that does not grieve the Holy Spirit of God. There are basic principles that Paul is giving us on how we can live a life not grieving the Holy Spirit of God. Verse number 17 to 32, we can read that. But verse number 22 to 24, we see Paul is talking about learning Christ, putting off the old man, putting on the new man. And Paul is here says, putting off the falsehood. Hoshk ഉപേക്ഷിക്കുക. പഴയ മനുഷ്യനെ ഒഴിഞ്ഞു കളയുക എന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ഹോഷ്ക്ക് ഉപേക്ഷിക്കുക. Putting off the falsehood and speaking truth with the neighbor, for we are members of one another. നാം തമ്മിൽ അവയവങ്ങളാണ് എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. സോ പഴയ മനുഷ്യന്റെ പ്രകൃതമായിരിക്കുന്ന ഭോഷ്ക്ക്, അത് പുതിയ മനുഷ്യന് ചേരുന്നതായ ഒരു പ്രകൃതമല്ല. അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പൗലോസ് അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. So when we put off the falsehood, we are actually putting off everything that are false. If a believer speaks falsehood, then it is a sin against God and the body of Christ, which is church. ഒരു വിശ്വാസി ഭോഷ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ അത് ദൈവത്തോടും ദൈവസഭയോടും ചെയ്യുന്ന വലിയ പാപമാണെന്നാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. The most honest and faithful people are those who have the full enjoyment of Christ. ക്രിസ്തുവിൽ ആനന്ദിക്കുന്ന, ക്രിസ്തീയ ജീവിതം വളരെ സന്തോഷിക്കുന്ന, പ്രതിസന്ധികളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും പോരാട്ടങ്ങളുടെ നടുവിലും എല്ലാ ശത്രുവിന്റെ പോരുകളുടെ നടുവിലും ക്രിസ്തീയ ജീവിതം ആസ്വദിച്ച് ആനന്ദകരമാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് പുട്ടിംഗ് ഓഫ് ദി ഫോൾസ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തീയ ജീവിതം ആനന്ദകരമാക്കണമെന്നുള്ളതാണ്, ക്രിസ്തീയ ജീവിതം സന്തോഷകരമാക്കണമെന്നുള്ളതാണ്. Although we have all the kind of turmoils and trials and problems in our life, we have all kind of struggles, both spiritually, mentally, physically. In all the material world, we have the struggles that we always have to face in this earth. But Paul is instructing us that we must be rejoicing in the Lord.
ദൈവത്തിൽ സന്തോഷിക്കുന്നവരായി, ആമേൻ, ദൈവത്തിൽ ആനന്ദിക്കുന്നവരായി തീർന്നു. This is what Paul is teaching us in the entire book of the Philippians. And he's repeatedly saying there, rejoice in the Lord. And again I say, rejoice. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. ചങ്ങലയാകട്ടെ, ചമ്മട്ടിയാകട്ടെ, പട്ടിണിയാകട്ടെ, പൈതാഹമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, പോരാട്ടങ്ങളാകട്ടെ, അതിന് നടുവിൽ സന്തോഷിക്കുവാൻ, ക്രിസ്തീയ ജീവിതം ആസ്വാദ്യകരമാക്കുവാൻ, ക്രിസ്തീയ ജീവിതം ആനന്ദകരമാക്കുവാൻ, സ്തോത്രത്താൽ നിറയപ്പെട്ടതാക്കുവാൻ, ആരാധനയാൽ നിറയപ്പെട്ടതാക്കി തീർക്കുവാനാണ് പൗലോസ് നമ്മെ ഈ ലേഖനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. Glory to God. Amen. So when Paul is saying that you speak truth with your neighbor and put off the falsehood, he is actually telling us to rejoice in the Lord and make your Christian life as much as possible a life of rejoicing, the joyful life, a praising life, oh, life where you can worship the Lord with the truth and spirit. Oh, hallelujah. A life that always rejoices even in the midst of problems and trials, and hallelujah, everything you can rejoice. And that is what Paul is telling us. In the Ratri Paulus adana namme kuriche. And this is the life which is filled with Christ. ഈ ജീവിതമാണ് ക്രിസ്തു നിർഭരമായ ജീവിതം. ഈ ജീവിതമാണ് ക്രിസ്തു നിറയപ്പെട്ട ജീവിതം. ആമേൻ. ക്രിസ്തു ധരിക്കപ്പെട്ട ജീവിതം. Praise God. Hallelujah. Amen. Praise God. And then we will not speak in vanity. We will not speak lies. We will rejoice in the Lord. Amen. When we do this, we will have the life, we will lead the Christian life where we will not, amen, hallelujah, grieve the Holy Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം സന്തോഷിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ്. Praise God. സന്തോഷിക്കണം. We must learn how to rejoice. Amen. When we do not learn to rejoice, we are giving opportunity to Satan to rejoice. നാം ക്രിസ്തുവിൽ സന്തോഷിക്കാതെ എപ്പോഴും ഭാരം അനുഭവിച്ചുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ വേറൊരാൾ മാറിയിരുന്ന് സന്തോഷിക്കുന്നുണ്ട്. പിശാചിന് സന്തോഷിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ്. Praise God. So our lives must be filled with rejoicing. Amen. And that life is a life where we do not grieve the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത ഒരു ജീവിതമായിരിക്കും. And then he says, being angry and not sinning. കോപിച്ചാൽ 26ാമത്തെ വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതെ ഇരിക്കുകയും സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. 27ാമത്തെ വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. In verse 26 and 27, Paul is instructing us, if in your anger, do not sin. Do not let the sun go down while you are still angry. Amen. പിശാചിന് 2 കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാം. ഒന്ന്, ഭോഷ്ക്. പിശാചിന് ഒത്തിരി ഇഷ്ടമാണ്. ഭോഷ്ക് പറയുന്നു. പിശാചിനെ കുറിച്ച് പറയുന്നവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാണ് എന്നാണ് പറയുന്നത്. 2, പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ് കോപം. കാരണം കോപം വന്നെങ്കിൽ മാത്രമേ പാപം ചെയ്യാനൊക്കെയുള്ളൂ. കോപം വരുമ്പോഴാണ് പാപം ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുന്നത്. So here he says, be angry. You can be angry. Being a physical realm, we can become, because the angry is one of the emotions.
We are all having emotions, different kind of emotions. We cry, which is an emotion. We laugh, which is an emotion. We become angry, which is an emotion. Being angry is not a sin. ദേഷ്യം വരുന്നത്, കോപം വരുന്നത് ഒരു പാപമല്ല. കാരണം നമ്മളിൽ ഒരാൾക്ക് കോപം വരുന്നു എന്നാണ് നാം അറിയുന്നത് എപ്പോഴാണ്? കോപം അതിന്റെ പ്രവൃത്തി ശരീരത്തിലൂടെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ്, വാക്കിലൂടെ പുറത്തു കൊണ്ടുവരുന്നു, കയ്യിലൂടെ ഒക്കെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഒരാൾക്ക് കോപമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ചിലരുണ്ട് എത്ര ദേഷ്യം വന്നാലും ചിരിക്കാൻ അറിയാവുന്നവരുണ്ട്. ഉള്ളിൽ ഭയങ്കര ദേഷ്യമായിരിക്കും, പക്ഷെ ചിരിച്ച് അതിനെ ഒന്ന് മയപ്പെടുത്തുവാൻ കഴിവുള്ള ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ അവരെ കാണുന്നത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവർ കോപമുണ്ടെന്ന്. പക്ഷെ അവർക്കും കോപമുണ്ട്, അവർക്കും ദേഷ്യമുണ്ട്. They are not sinning because they are not bringing out that angry through their body, through their words. നമ്മുടെ അകത്തുള്ള കോപം പാപമായി തീരുന്നത് അത് വാക്കിലൂടെ പുറത്തു വരുമ്പോൾ, അത് പ്രവൃത്തിയിലൂടെ പുറത്തു വരുമ്പോഴാണ്. അപ്പോ ബി ആംഗ്രി ഡു നോട്ട് സിൻ എന്ന് പറയുമ്പോൾ യു ക്യാൻ ബി ആംഗ്രി, ദേഷ്യം വരാം, പക്ഷെങ്കിൽ അതൊരു പാപത്തിലേക്ക് നീങ്ങത്തക്ക നിലകളിൽ അതിനെ വർദ്ധിപ്പിക്കരുത്, അതിനെ പുറത്തു കൊണ്ടുവരരുത് എന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So feeling anger is not a sin, but doing the work of anger is a sin. Anger is an emotion inside of a person. As long as you are able to keep that emotion inside of you, it's okay. But when you bring it out through your body and words, it becomes the sin. Amen. So what Paul is saying here, control your anger. പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ കോപത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കുവാൻ പഠിക്കണമെന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോപം വരാം, പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കണം. Praise the Lord. So we should not continue in anger, but we must give it up or relinquish our anger before the sunset. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ കോപം എന്ത് ചെയ്യണം? നമ്മൾ പരിഹരിക്കണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന പൊടിക്കൈകളാണ് ഇതൊക്കെ. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവീരെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നതിന്റെ ചില പൊടിക്കൈകളാണിത്. Praise the Lord. And these are the tips that Paul is giving us on how you can live a life without grieving the Holy Spirit of God. Number one, do not say deceit, but speak truth. ഒന്ന്, പോഷ്ക്ക് പറയരുത്, സത്യം സംസാരിക്കും. രണ്ട്, കോപിക്കാം, പക്ഷേ എന്ത് ചെയ്യരുത്? പാപം ചെയ്യും. കൺട്രോൾ ചെയ്യണം. Be angry, but do not sin. This is a second tip Paul is saying. So when we become anger, it's okay, but when we bring it out, it becomes a dangerous thing. അത് നമുക്ക് അപകടകരമായ ഒരു കാര്യമാണ്. The more we enjoy the Christian life, the more we rejoice in our spiritual life, the more we get the grace of God to control the sin, to control the anger, to control the deceit. Praise God. കൂടുതൽ നമ്മൾ ക്രിസ്തീയ ജീവിതം ആസ്വാദികരമാക്കുമ്പോൾ, കൂടുതൽ നാം ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ പഠിക്കുമ്പോൾ, നമ്മിലേക്ക് കൂടുതൽ കൃപ ദൈവം പകരുവാൻ ഇടയാണ്. ആ കൃപയാണ് നമ്മുടെ കോപത്തെ കൺട്രോൾ ചെയ്യുവാനും
ഭോഷ്കിനെ കൺട്രോൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് കൃപ തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. Praise the Lord. Amen. And 27, verse 27, it's a small verse. It says, do not give place to the devil. പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു ചെറിയ വാക്യമാണ് 27ാമത്തെ വാക്യം. Praise the Lord. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറയുകയാണ്. പിന്നെ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അറിയാവുന്ന കാര്യമാണ് പിശാചിന് ഇടം കൊടുക്കരുത്. Then we says, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടു. 28, verse number 28, Paul continues that let him who steals no more. ഇനി ഒരിക്കലും മോഷ്ടിക്കാതെ. Let him work with his hands, which is good, that he may have to share with others who are in need. And verse 29 says, let no corrupt word proceed out of your mouth, but only that which is good for needful building up, that it may give grace to those who hear. ഇതാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഈ കാര്യങ്ങളൊക്കെ പൗലോസ് പറയുന്നത് എന്തിനാണെന്നറിയാമോ? അപ്പൊ ആകാത്തത് പുറപ്പെടരുത്, ആമേൻ, ആത്മീയ വർധനയ്ക്കുള്ളത് പുറപ്പെടണം, ഇനിയും കള്ളൻ ഇനിയും മോഷ്ടിക്കാതെ താൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എങ്ങനെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിക്കുവാൻ കഴിയും എന്നുള്ളതിന്റെ ടിപ്പുകൾ പറയുക. സോ ഈ മറ്റുള്ളവർ കേൾക്കുമ്പോൾ കൃപ ലഭിക്കേണ്ടതിന് അവരുടെ ആത്മീക വർധനവിന് വേണ്ടി നല്ല വാക്ക് പറയണം, ആകാത്തത് പറയരുത് എന്നിവിടെ പറയുകയാണ്. സോ ഡു നോട്ട് യൂസ് വേർഡ്സ് ഓഫ് കറപ്ഷൻ എന്നാണ് പറയുന്നത്. ദ വേർഡ് കറപ്ഷൻ ഇൻ ഗ്രീക്ക് describes that it is an offensive or worthless word. കുറ്റകരമായ അല്ലെങ്കിൽ ദോഷകരമായ വിലനിലവാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുതെന്നാണ് മൂലഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. A conversation that may corrupt others, a conversation that is not going to build up people but to corrupt people. മറ്റുള്ളവരെ പണിയുന്ന, മറ്റുള്ളവരെ ആത്മീക വർധനയ്ക്ക് ഉതകുന്ന കാര്യങ്ങളല്ലാതെ അവരുടെ ആത്മീക ജീവിതത്തെ ഇടിച്ചു കളയുന്ന കറപ്ഷൻസ് ആയിരിക്കുന്ന കാര്യങ്ങൾ പറയരുത് എന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് we are the household of God. We are the building of God where God dwells inside of us, and we are the people in whom the Holy Spirit dwells. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ്, വിശുദ്ധ മന്ദിരങ്ങളാണ് നാം എന്നാണ് ഈ പൗലോസ് ഈ 4-ാം അധ്യായത്തിൽ നമ്മെ വെളിപ്പെടുത്തുന്നു. ദൈവസഭ, ദൈവത്തിന്റെ മന്ദിരം, ദൈവാലയം എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. In verse number 29, Paul says, we must speak that others get the grace of God. മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുവാൻ തക്ക നിലകളിൽ സംസാരിക്കണം എന്ന് പറയുകയാണ്. So that others can grow and being built up in Christ. മറ്റുള്ളവർ ക്രിസ്തുവിൽ വളർത്തക്ക നിലകളിൽ അവർ
ഓ ഹല്ലേലൂയ, ഓ വളർച്ച പ്രാപിക്കത്തക്ക നിലകളിൽ നമ്മുടെ വാക്കുകൾ ക്രമീകരിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ഉള്ള ജീവിതം നയിക്കുവാനിടയായി തീരും എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 30 വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ആരാണ്? ഹു ഈസ് ദ ഹോളി സ്പിരിറ്റ്? In the book of John, in the Gospel of John chapter 14, Jesus says, I will send you comforter. ഞാൻ നിങ്ങൾക്ക് ഒരു ആശ്വാസപ്രദനെ അയച്ചു തരും. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാൻ സുവിശേഷം 14:16. John chapter 14 verse 16 says, the Holy Spirit is a comforter. He is a counselor, helper, intercessor, an advocate, strengthener, a standby. നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കാര്യസ്ഥൻ, ഒരു അഡ്വക്കേറ്റ്, ഒരു ആശ്വാസപ്രദൻ. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. And that's why Paul says, do not grieve this comforter. Holy Spirit, if the Holy Spirit is grieved, that means the Holy Spirit is not at all happy with us. നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആമേൻ. When the Holy Spirit inside of a person is not happy, that person is also not happy. ഒരുവന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ മുഖത്ത് നമുക്കത് കാണാൻ കഴിയും. അവനിൽ സന്തോഷം വരികയില്ല. അവൻ പരാജയഭീതിയുള്ളവനായി ദുഃഖിതനായി ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Praise the Lord. However, if the Holy Spirit inside of a person is happy, then you can see that person outwardly is also happy. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ആരാധനയിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ നടപ്പിൽ, അവന്റെ സംസാരത്തിൽ ഒക്കെ അത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ ദുഃഖിപ്പിക്കുന്ന പരിശുദ്ധാത്മാവല്ല. God's Spirit never ever make us grieve. Oh, hallelujah. Make us sad. Never. The duty and function of the Holy Spirit inside of us is to make us in peace. Lead us in the God's peace. ദൈവത്തിന്റെ സമാധാനത്തിൽ, ദൈവിക സന്തോഷത്തിൽ നമ്മെ എന്നും നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവപൈതൽ എപ്പോഴും സന്തോഷിക്കുന്നവനായി തീരണമെന്ന് അതുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ, because that is a function of the Holy Spirit. Rejoice always. Rejoice in the Lord always, because that is a function of the Holy Spirit that is in you. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഫംഗ്ഷനാണ് നാം സന്തോഷിക്കണമെന്നുള്ളത്. ആ പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കുന്നത് സന്തോഷിക്കുവാനാണ്. ആ സന്തോഷം നമ്മുടെ മുഖത്ത്, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആകുന്ന സന്തോഷമാണ്. Praise the Lord. Hallelujah. And in Romans chapter 14 verse 17, it is a familiar verse. It says, for the kingdom of God is not the matter of eating and drinking, but of righteousness, peace, and joy in the Holy Spirit. ദൈവരാജ്യം, റോമാലേഖനം 14:17 പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്.
ഇത് രാത്രി ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? എന്നും നിരാശപ്പെട്ട് കിടക്കാനാണ്. പിശാചാണ് നിരാശ കൊണ്ടുവരുന്നത്, പിശാചിനാണ് നമുക്ക് ദുഃഖം കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ പലപ്പോഴും ശോധനകളൊക്കെ ദൈവം അനുവദിച്ചു തരുമ്പോൾ അതിന് നടുവിൽ പൗലോസ് പറഞ്ഞതുപോലെ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, ദൈവത്തിൽ സന്തോഷിക്കുവാൻ. ആൻഡ് ഓൾസോ റിമെമ്പർ ഇറ്റ് ഈസ് എ ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. പ്രൈസ് ഗോഡ്. One more thing I have to say. It is already 2 more minutes we have to go. But there are 4 things I want to say that we can do, or people can do to grieve the Holy Spirit. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന 4 കാര്യങ്ങൾ തിരുവചനത്തിൽ ഉണ്ട്. നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. ഒന്ന്, ആത്മാവിനെ നിന്ദിക്കുന്ന അവസ്ഥയുണ്ട്. എബ്രായ ലേഖനം 10:29 പറയുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ചതായ നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. സോ നമുക്ക്, അല്ലെങ്കിൽ ഒരാൾക്ക് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുവാൻ കഴിയും. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുമ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുകയല്ല, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. One person can outrage the Holy Spirit, and it says in Hebrews chapter 10 verse 29, we can outrage the Holy Spirit and get a great punishment from God. And second thing is, a person can quench the Holy Spirit. 1 Thessalonians chapter 5 verse 19 says, do not quench the Holy Spirit. 1 തെസ്സലോനിക്യർ ലേഖനം 5-19 പറയുന്നു, ആത്മാവിനെ കെടുക്കരുത്. ആത്മാവിനെ കെടുത്തിക്കളയുന്നത്, ആളിക്കത്തുന്ന ആത്മാവിനെ കെടുത്തിക്കളയുന്നത് എന്താണ്? ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. മൂന്നാമത് ഇവിടെ പറയുന്നു, ആത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 7 verse 51, Stephen, one of the disciples, early disciples or early apostles, he was being stoned, but before that he is giving a big speech to the audience of the Jewish people, and he says, you, the people of God, have resisted against the Holy Spirit. പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്ന ആ പിതാക്കന്മാരെ കുറിച്ച് സ്തെഫാനോസ് തന്റെ അന്തിമ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്നുകൊണ്ടാണ്. 4-ാമത്തെ കാര്യം ആണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ പറയുന്നു 63:10, പഴയ നിയമപിതാക്കന്മാർ ദൈവത്തോട് മത്സരിച്ചു, അവന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അപ്പോൾ ദൈവത്തോട് മത്സരിക്കുന്നത്, ദൈവത്തിന് പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയുടെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം.